അല്ല ചേട്ടാ, ഇപ്പോഴും ആ യക്ഷിണി ആണുങ്ങളെ വശീകരിച്ചു കൊണ്ടുപോയി കൊല്ലാറുണ്ടോ? ആദിത്യന്റെ ചോദ്യം കേട്ട ഓട്ടോ ഡ്രൈവർ ഒന്ന് പുഞ്ചിരിക്കുന്നു. ആദിത്യൻ 13 വർഷങ്ങൾക്ക് ശേഷമാണ് മാണിക്യമംഗലം മനയിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇല്ല സാറേ, ഇപ്പൊ യക്ഷിണിയുടെ ശല്യമില്ല. 13 വർഷങ്ങൾക്ക് മുൻപ് മനയിലെ എഴുത്തുകാരൻ അദ്ദേഹമായിരുന്നു അവളുടെ അവസാനത്തെ ഇര. അയാളുടെ ശവശരീരം പോലും ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ചേട്ടൻ പറയുന്ന ആ എഴുത്തുകാരനുണ്ടല്ലോ, അദ്ദേഹം എൻ്റെ അച്ഛനായിരുന്നു. അപ്പൊ നിങ്ങൾ ആ എഴുത്തുകാരന്റെ മകനായിരുന്നു? അതെ, ഞാൻ അദ്ദേഹത്തിന്റെ മകൻ ആദിത്യനാണ്. അല്ല, ആ യക്ഷിണി എന്തിനാ എൻ്റെ അച്ഛനെ കൊന്നിട്ട് മതിയാക്കിയത്? നാട്ടുകാർ പറയുന്നത് അവളുടെ മോഹം എഴുത്തുകാരനെ ഭോഗിച്ചതിലൂടെ അടങ്ങിയെന്നാണ്. അവളുടെ മോഹം അടങ്ങിയെങ്കിൽ പിന്നെ എന്തിനാണ് അവൾ എൻ്റെ അച്ഛനെ കൊന്നത്? ഞാൻ കേട്ടത് ഭോഗിച്ച ശേഷം യക്ഷിണി അവളുടെ ഇരയുടെ മൊത്ത രക്തവും ഊറ്റിക്കുടിക്കുന്നു. പിന്നെ എങ്ങനെയാ എൻ്റെ അച്ഛൻ്റെ രക്തം മുറിയിൽ ചിതറിക്കിടന്നത്? യക്ഷിണി എന്താ അദ്ദേഹത്തിന്റെ രക്തം കുടിക്കാത്തത്? അറിയില്ല സാർ, നിങ്ങൾ തേടുന്ന ചോദ്യത്തിന് ഉത്തരം ആ പൂട്ടിക്കിടക്കുന്ന മനയിൽ തന്നെയുണ്ട്. ഇത്രയും വർഷങ്ങളായി ഈ ഗ്രാമത്തിൽ ഓട്ടോ ഓടിക്കുന്ന നിങ്ങൾ ഇതുവരെ ആ മനയിൽ കയറിയിട്ടില്ലേ? ഇല്ല സാറേ, ഇപ്പൊ അവളുടെ ദാഹം അടങ്ങിയിരിക്കുക. ഇനി അവളെ ഉണർത്തിയാൽ അവൾ എത്ര പേരെ കൊല്ലുമെന്ന് പറയാൻ കഴിയില്ല. മാണിക്യമംഗലം മനയിലെ എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളാണ്. എനിക്കവിടെ പോയേ പറ്റൂ. പെട്ടെന്ന് പുറകിൽ നിന്നും കുറെ ഓട്ടോകളുടെ ഹോണടി ശബ്ദം കേൾക്കുന്നു. ആദിത്യൻ പുറകിൽ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പക്ഷെ തിരിഞ്ഞ ഉടൻ അവൻ ഞെട്ടിപ്പോകും. 13 വർഷങ്ങളായി ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. വാ, ഞാൻ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. എന്തിനാണ് യക്ഷിണി ആദിത്യന് വേണ്ടി കാത്തിരുന്നത്? ആദിത്യന്റെ അച്ഛന് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ഇന്ന് രാത്രി ആദിത്യന് അതിജീവിക്കാൻ കഴിയും.